ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ വയനാട്ടിൽ പോയി. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ലേഡീസ് മാത്രമാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ മക്കളും അങ്ങനെ കേട്ടോ പോയത്. നമ്മളെ കൂട്ടാതെ വയനാട്ടിലേക്ക് പോയി കെട്ടിയന്മാർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനുള്ള ഉദ്ദേശം കൂടിയുണ്ട് ഇതിന് വരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരു ജോഡി ഡ്രസ്സ്, പിന്നെ മക്കളെ മരുന്ന്, ചാർജർ, അങ്ങനെ തൽക്കുലത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മിക്കുട്ട റെഡി ആയിട്ടുണ്ട്, പാത്തു റെഡിയായി, കൊഞ്ച് റെഡിയായി. ഇനി നമുക്ക് പോകട്ടാം. അവളെ വീട് എൻ്റെ വീട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് അവളെ താറിലാണ് കേട്ടോ പോകുന്നത്. അവളാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് അവളെ വീട്ടിലേക്ക്. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ സമയം 7 ടൈമായിക്ക്. മരിബൊക്കെ കഴിഞ്ഞ് ആ സമയത്താട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത്, താറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ അതിൻ്റെ ബാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പീക്കറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ. അപ്പോൾ സ്പീക്കറൊക്കെ എടുത്തിട്ടുണ്ട്. മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. രാത്രി നമ്മൾ മാത്രമേ ഉള്ളൂ, ബാപ്പയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ പേടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറി കേട്ടോ. അപ്പോൾ 3 കയറി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേട്ടാ. മിച്ചുവാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ മിച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്, മക്കളൊക്കെ പിറകിലുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കേട്ടാ. ഫസ്റ്റ് ടൈം കേട്ടാ ഞാൻ അവളോട് പോകുന്നത്, ഇങ്ങനെ താറിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കെട്ടിയന്മാരില്ലാണ്ട്. നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. രാത്രി ചുരം കയറി. പക്ഷേ ഞങ്ങൾ വിചാരിച്ച് തിരക്കുണ്ടാവുന്നത് ന്യൂ ഇയർ 1 തീയതി കേട്ടായി പോകുന്നത്. അപ്പോൾ പക്ഷേ തിരക്കൊന്നുമില്ല കേട്ടോ. റോഡുമ്മേൽ വയനാട് റൂട്ടിലൊന്നും അങ്ങനെ തിരക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് പോകാനായിരിക്കും. അപ്പോൾ ഈ പോകുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കുറച്ച് സമയം പേടിച്ച് മിണ്ടാണ്ടിരുന്ന മക്കൾ പിന്നെ അവർ അടിപൊളിയായിട്ടാ. പിന്നെ വർത്താനവും കളിയും പിന്നെ ഹാപ്പിയായി. നമ്മൾ എണ്ണ അടിക്കാനൊരു പമ്പ് കയറ്റിയതാണ്. അപ്പോൾ എണ്ണ അടിച്ച് ഫുള്ള് സെറ്റായിട്ടാ നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈം ആട്ടോ ഒക്കെ ഇല്ലാണ്ട് ഞാനിങ്ങനെ രാത്രി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. നമ്മൾ കുറ്റിയടിയൊക്കെ കഴിഞ്ഞ് തൊട്ടിൽപ്പാലം കഴിഞ്ഞ് പിന്നെ നമ്മളിനി അടുത്ത ചുരം കയറാൻ പോവാണ് കേട്ടോ. റോഡൊക്കെ രാത്രിയാന്ന് വിജനമായി കിടക്കുന്നുണ്ട്. ചില സ്ഥലത്തൊന്നും എത്തുമ്പോൾ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല. പിന്നെ ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ പിന്നെ ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് മടങ്ങി പോകുന്നതാണ് അധികം ആൾക്കാർ. എനിക്ക് കാർ ഓടിക്കുന്ന അറിഞ്ഞൂടെ കേട്ടോ. എനിക്ക് 2 വീലർ മാത്രമേ ഓടിക്കാൻ അറിയാം. ഞാൻ ഇതുവരെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ കാർ ഓടിക്കുന്ന ആൾക്കാരോടൊക്കെ, പെണ്ണുങ്ങൾ കാർ ഓടിക്കുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് കേട്ടോ. അവരോട് നല്ല എനിക്ക് ചെയ്യാൻ കഴിയാത്തത് വേറെ ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ അതിപ്പോൾ കാർ ഓടിക്കലോ എന്ത് കാര്യമായാലും എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. എനിക്ക് സാധിക്കുന്നില്ലല്ലോ, അതവരെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ താറ് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അവളോട് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടാ. അത് രാത്രി പേടിയില്ലാതെ പോകാനാണെങ്കിലും ഒരു ധൈര്യം വേണ്ടേ, ഒരു കോൺഫിഡൻസ് വേണ്ടേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലേഡീസിന് അതൊക്കെ വേണം. ഒറ്റയ്ക്ക് ഏത് രാത്രിയും മക്കളെയും കൂട്ടി പോകാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എപ്പം വേണം. അപ്പോൾ കുറച്ച് അങ്ങോട്ടെത്തിയത് ഒരു തട്ടുകട കണ്ടിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചവിട്ടിയതാണ്. എന്തെങ്കിലും കഴിക്കാൻ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ കല്ലുമ്മക്കായ ഉണ്ട്. അപ്പോൾ കല്ലുമ്മക്കായും പഴംപൊരിയും ഒക്കെ ഉണ്ട്. നമ്മൾ കല്ലുമ്മക്കായും പിന്നെ പഴംപൊരി ആയിട്ടാണ് വാങ്ങിച്ചത്. കല്ലുമ്മക്കായ സത്യം പറയാല തണുത്ത് മരവിച്ച് കിടക്കുന്ന കല്ലുമ്മക്കായാണ്. മമ്മിക്കുട്ടൻ പഴംപൊരിയാണ് വാങ്ങിച്ചത്. കല്ലുമ്മക്കായ നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ചായ വാങ്ങിച്ചില്ല കേട്ടോ. ഇളനീൻ കണ്ടേരം ഇളനീൻ നല്ല ഇളനീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ 3 ഇളനീനും വാങ്ങിച്ച് നമ്മൾ കടികളൊക്കെ വാങ്ങിച്ച് പിന്നെ കുറച്ച് മിഠായിയും ആൽക്കോളത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേട്ടാ. എല്ലാവരും ന്യൂ ഇയർ ആഘോഷവും കഴിഞ്ഞ് ടൂറിസ്റ്റ് ബസ്സൊക്കെ ചുരം ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇളനീ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളി ഒന്നിലെങ്ങനെ കാമ്പുള്ളൂ, പക്ഷേ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നിറയെ വെള്ളം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി തിരിക്കുകയാണ്. പിന്നെ വീണ്ടും നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെയും ട്രിപ്പ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മക്കൾ പിന്നെ ഭയങ്കര എൻജോയ്മെൻറ്റില്ല കേട്ടോ. അവർ ഈ രാത്രി ഇങ്ങനെ പോകാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടോ? നമ്മൾ ലേഡീസ് മാത്രം രാത്രി 8 മണിക്ക് ഇത്രയും ലോങ്ങൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ പോകാൻ. എപ്പോൾ നമ്മൾ കെട്ടിയന്മാരുടെയൊക്കെ അല്ലേ പോകുന്നത്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യണം. ഇത് ഞാൻ കുറച്ചായിട്ടാ ഈ വീഡിയോ ഇടുക. 2-3 പാർട്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ വയനാട്ടിലെത്തുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെയും ട്രിപ്പ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചിലരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ താറോടിച്ച് പോകുന്നത് ലേഡീസ് മാത്രം കാണുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഇവരാന്നുള്ള അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നോക്കുന്നുണ്ട് ചിലരെങ്കിലും. പിന്നെ ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും പരിചയമാണ്. പണ്ടൊക്കെ പിന്നെ അങ്ങനെ കാർ ഓടിക്കുന്ന പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ ഓടിച്ച് സ്വന്തം ഇഷ്ടത്തിന് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. മക്കളെയൊക്കെ കൂട്ടി നമ്മൾ സ്ത്രീകൾ തന്നെ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിലെത്തിയേട്ടാ. ഇനി വയനാട്ടിലെത്തിയ വിശേഷങ്ങളും നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.